Hi all, welcome back to Encyclopedia. Kandara, a Legend Chapter 1. Written, directed and acted by ഋഷഭ് ഷെട്ടി. സിനിമയെ പറ്റി എന്തൊക്കെ പറഞ്ഞാലും എവിടെയൊക്കെ പറഞ്ഞാലും ഋഷഭ് ഷെട്ടി എന്നൊരു സാധനം എല്ലായിടത്തും സിനിമേൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഋഷഭ് ഷെട്ടിൻ്റെ ഒരു പ്രസൻസ് ത്രൂ ഔട്ട് ഉണ്ട്. ദ സോൾ ഓഫ് ദ ഫിലിം അബ്സല്യൂട്ട്ലി ഋഷഭ് ഷെട്ടി, ജസ്റ്റ് ലൈക്ക് 2022 ഇറങ്ങിയ കാന്താര. സോ പടം ഒക്ടോബർ ഐ തിങ്ക് ഒക്ടോബർ 4 അല്ല, ഒക്ടോബർ 2 ഇറങ്ങി. ഒക്ടോബർ 2 തന്നെ ഫസ്റ്റ് ഡേ തന്നെ അപാര പോസിറ്റീവ് റിവ്യൂ കിട്ടി. പിന്നെ സ്പോയിലറൊന്നും കിട്ടണ്ട വെച്ചിട്ട് നമ്മൾ സെക്കൻഡ് ഡേ തന്നെ പടം തിയേറ്ററിൽ പോയി കണ്ടതാണ്. അത് ഒക്ടോബർ 3 തന്നെ തിയേറ്ററിൽ പോയി കണ്ടതാണ്. ഇപ്പോൾ ഏകദേശം ഒക്ടോബർ 6 ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക്. സോ നമ്മൾ 3 ദിവസം മുന്നേ പടം കണ്ടതാണ്. പക്ഷേ ചില പേഴ്സണൽ തിരക്കുകൾ കാരണം റിവ്യൂ ഇടുന്നതും റിവ്യൂ റെക്കോർഡ് ചെയ്യാൻ എഡിറ്റ് ചെയ്യാനൊന്നും സമയം കിട്ടാണ്ട് പോയി. അതുകൊണ്ടിപ്പം പടം തിയേറ്ററിൽ നിന്ന് കണ്ട 3 ദിവസത്തിന് ശേഷമാണ് ഞാനിപ്പം ഈ റിവ്യൂ ഇടുന്നത്. സോ ബെറ്റർ ലൈറ്റ് ദാൻ നെവർ. സോ എങ്ങനെ പോയാലും ഇത് റിവ്യൂ ഇടാണ്ട് ഇരിക്കാൻ എനിക്കാവില്ല. അത്രത്തോളം ഒരു വർത്ത് ദ മണി പടമായിട്ടാണ് കാന്താര ലെജൻഡ് ചാപ്റ്റർ 1 തോന്നിയത്. സോ ഹൗ വാസ് ദ ഫിലിം ആൻഡ് ഹൗ വാസ് ദ തിയേറ്റർ എക്സ്പീരിയൻസ്? തിയേറ്റർ എക്സ്പീരിയൻസ് വളരെയധികം വലിയൊരു പ്രാധാന്യം വഹിക്കുന്നൊരു സിനിമയാണ് കാന്താര ലെജൻഡ് ചാപ്റ്റർ 1. കാരണം ഒരു സിനിമേൻ്റെ ഏതൊരു ആസ്പെക്റ്റും എൻഹാൻസ് ആവാൻ തിയേറ്റർ എക്സ്പീരിയൻസ് വളരെ വലിയൊരു പങ്കാണ് വഹിച്ചത്. എല്ലാ ആസ്പെക്റ്റും തിയേറ്റർ എക്സ്പീരിയൻസിലുണ്ട്. ഒരു പടിക്ക് മേലെയാണ് ഈ സിനിമ നമുക്കുള്ളിലേക്ക് ആ ഒരു സിനിമയുടെ ഒരു എസൻസ് ഇറങ്ങി കിട്ടുന്നത്. സോ തിയേറ്റർ എക്സ്പീരിയൻസ് ഹെവിലി ഡിമാൻഡ് ചെയ്യുന്നൊരു സിനിമയാണ്. സോ പടം എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ വളരെ അടിപൊളി ഒരു സിനിമയാണ്. വളരെ അടിപൊളി അങ്ങനെയൊക്കെ എനിക്ക് പറയാനായി സാധിക്കൂ. ഫാൻറ്റാസ്റ്റിക്, ആബ്സലൂട്ട് സിനിമ, മാസ്റ്റർ ക്ലാസ്, വൺസ് ഇൻ എ ലൈഫ് ടൈം സിനിമ, അങ്ങനെയൊന്നും ഞാൻ പറയാൻ ഉള്ള വകുപ്പ് ഇതിനില്ലെങ്കിൽ പോലും ഇറ്റ്സ് എ വെരി 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 വെൽ മെയ്ഡ്, വെരി വെൽ ടെക്നിക്കലി മെയ്ഡ് ഫിലിം വിത്ത് ആൻ ആവറേജ് യെറ്റ് entertaining, engaging and captivating storyline and performances, visuals, everything. സോ മെയിൻലി ഇത് കാന്താര എന്ന് പറഞ്ഞൊരു വേൾഡ് ഫസ്റ്റ് ചാപ്റ്റർ കണ്ടതിനേക്കാളും എത്രയോ മടങ്ങ് ഈ വേൾഡിനെ ഡീപ്ലി എക്സ്പ്ലോർ ചെയ്യുന്ന, അല്ലെങ്കിൽ വേൾഡിനെ കാണിക്കുന്ന, വേൾഡ് എന്തായിരുന്നു, എന്താണ്, എന്താകും എന്നൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് ഹിൻഡ് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുന്ന വേൾഡിലേക്കുള്ളൊരു മോർ ലൈക്ക് ആൻ എക്സ്പ്ലോറേഷൻ ആയിട്ടാണ് കാന്താര ചാപ്റ്റർ 1 എ ലെജൻഡ് എന്ന ഈ പ്രീക്വൽ ഫിലിം അവർ മെയിൻലി ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ആ ഒരു വേൾഡിലേക്ക് നമ്മളെ ഡീപ്ലി എത്തിക്കും. അത്രയും നല്ല രീതിയിലുള്ള വിഷ്വൽസ്, ഗ്രാഫിക്സ്, അതായത് VFX, CGI വർക്ക്സ്, മ്യൂസിക്, ആംബിയൻസ്, ആർട്ട്, നമ്മുടെ കോസ്റ്റ്യൂം ആവട്ടെ, അല്ലെങ്കിൽ ലൊക്കേഷൻ, ബാറ്റ്, അങ്ങനത്തെ ആർട്ട് സെറ്റ്, അങ്ങനത്തെ ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ നിന്ന് കത്തിച്ച ഒരു പീക്ക് ക്വാളിറ്റി എല്ലാ സ്ഥലത്തുനിന്നും നമുക്ക് ലഭിച്ചൊരു പടം തന്നെയാണ് ഈ സിനിമ. അതുകൊണ്ട് തന്നെ ആ മേഖലകളൊക്കെ ഇത് മികച്ചു നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ മിസ് ചെയ്യാൻ പറ്റാത്ത ആ തിയേറ്റർ എക്സ്പീരിയൻസും കൂടെ ആകുമ്പോൾ ലിറ്ററലി ആ കാന്താര എന്ന് പറഞ്ഞൊരു വേൾഡിലേക്ക് നമ്മളെ ഇറക്കി വിടുകയാണ് ഋഷഭ് ഷെട്ടി. സോ ഫസ്റ്റ് ചാപ്റ്ററിൽ ഗുളികൻ, അതുപോലെ തന്നെ പാഞ്ചുർലി ദേവ, ആ ഒരു ദൈവീകത അല്ലെങ്കിൽ ഡിവൈൻ ആ ഒരു ഫീല് കാണുന്ന ഫോണിൻ്റെ സ്ക്രീനിലോ തിയേറ്ററിലോ എവിടെ നിന്ന് കാണുന്ന ഒരു പ്രേക്ഷകൻ്റെ ഉള്ളിലേക്ക് എത്തിക്കുക എന്നുള്ള എയിം മാത്രമായിരുന്നു ഫസ്റ്റ് പാർട്ട്. പക്ഷേ ഈ ഒരു പാർട്ടിലേക്ക് വരുമ്പം ലിറ്ററലി ആ ഒരു കാന്താരയുടെ ഡിവൈൻ വേൾഡിൻ്റെ ഉള്ളിലേക്ക് നമ്മളെ ഇറക്കി വിടുകയാണ്. സോ നിങ്ങൾക്ക് ആഴത്തിൽ ശരിക്കും ആ ഒരു കാന്താര പറഞ്ഞ സ്ഥലത്തേക്ക് ഇറങ്ങി ചെല്ലണമെങ്കിൽ തിയേറ്ററിൽ തന്നെ പോകണം. ഫോണിൻ്റെ 5 ഇഞ്ച് സ്ക്രീനിൽ കണ്ടാൽ എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് ആ ഒരു വേൾഡിലേക്ക് ലിറ്ററലി ഇറങ്ങി ആ ഒരു ഫീല് കിട്ടുന്നു. സോ ആ ഒരു വേൾഡിലേക്ക് നമ്മൾ എത്തി ആ ഒരു ഫീല് കിട്ടാൻ തിയേറ്ററിൽ തന്നെ കാണുക. അതിനോട് ആ ഒരൊറ്റ ആസ്പെക്റ്റ് മാത്രമാണ് ഈ സിനിമ തിയേറ്റർ വാച്ച് ഡിമാൻഡ് ചെയ്യുന്നത്. അതർവൈസ് ഇത് നിങ്ങൾക്ക് OTT ഒരിക്കലും ഒരു ഓപ്ഷൻ അല്ല. OTT is never an option for such an epically made films. സോ ടെക്നിക്കലി അന്യായമാണ്. എസ്പെഷ്യലി ഇതിൻ്റെ ചില CGI ചെയ്തത് ഓഫ് കോഴ്സ് കിങ് ഖാൻ, ഷാറുഖ് ഖാൻ, ദ വേൾഡ്സ് റിച്ചസ്റ്റ് ആക്ടറായ SRK, മൈ ഐഡൽ കൂടിയായ ഷാറുഖ് ഖാൻ്റെ റെഡ് ചില്ലീസ് VFX ആണ്. റെഡ് ചില്ലീസ് എൻ്റർടൈൻമെൻറ്റിൻ്റെ VFX ആണ്. സോ ഇന്ത്യയിൽ ഏറ്റവും ടോപ്പ് നോച്ച് VFX വർക്ക് ചെയ്യുന്ന കമ്പനിയാണ് റെഡ് ചില്ലീസ് എന്ന് നമുക്കറിയാം. റാവൺ, ബ്രഹ്മാസ്ത്ര, അങ്ങനെ ഒരുപാട് സാധനങ്ങൾക്ക് VFX ചെയ്തതാണ്. സോ അവരുടെ ഒരു പീക്ക് ലെവൽ പണ്ണലാണ് VFX ഏരിയയിൽ നമുക്ക് കണ്ടത്. ചില മറ്റേ കുരങ്ങന്മാരെ കൂട്ടം വരുന്നൊരു സീനും, പിന്നെ അങ്ങനെ കുറേ കടുവ, ഒരു ടൈഗറിൻ്റെ സീന്, അല്ലാണ്ട് വാർ ബാറ്റൽ, അടി വെടി പോകാൻ സീനിലൊക്കെ ഇവന്മാർ, പിന്നെ
കുറച്ച് ദൈവിക കുറച്ച് രൂപങ്ങളൊക്കെ കൊണ്ടുവരുന്ന അതിൻ്റെ വിഷ്വൽ റെപ്രസെൻറ്റേഷൻ സാധനമൊക്കെ VFX അത്രത്തോളം സോളിഡ് ആയതുകൊണ്ട് നമുക്ക് വളരെ അധികം ഒരു ഇമ്പാക്റ്റ്, അല്ലെങ്കിൽ അത് കണ്ണിങ്ങനെ എന്താ പറയുക, എക്സാമ്പിൾ പറയുമ്പോൾ അത് തിളച്ച് നിൽക്കുക, അഡ്രിനൽ പമ്പ് ഡിവൈൻ ലെവലിൽ കിട്ടാൻ വളരെ വലിയ പ്രാധാന്യം തന്നെയാണ് VFX ഒക്കെ ഇങ്ങനത്തെ സീനുകളിലും സിനിമകളിലൊക്കെ. VFXൻ്റെ പ്രാധാന്യം അത്രയും വലിയ രീതിയിലാണ്. പക്ഷേ VFX ഇന്ത്യൻ സിനിമകളിൽ വെച്ച് നോക്കുമ്പം അറിയാം ഒട്ടുമിക്ക എണ്ണം പാളിപ്പോരാണ് യൂഷ്വലി ചെയ്യാറ്. ബട്ട് ഇറ്റ്സ് റെഡ് ചില്ലീസ് VFX ദ ബെസ്റ്റ് ഇൻ ഇന്ത്യ. സോ അതിൻ്റെ ഒരു ബെസ്റ്റ് ക്വാളിറ്റി തന്നെ നമുക്ക് കാണാം. അവിടെ ഇവിടെ ചെറിയ വലിയ രീതിയിൽ നമുക്ക് ഹെവി ഗ്രാഫിക്സ് വർക്ക് ഹോളിവുഡ് ചെയ്യാൻ പറ്റില്ലെങ്കിലും റെഡ് ചില്ലീസ് ആയതുകൊണ്ട് തന്നെ അത് മാക്സിമം ചെറിയ വളരെ മൈന്യൂട്ട് പോരായ്മ അവിടെ ഇവിടെയൊക്കെ നിങ്ങൾ നിപ്പിക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ ഉണ്ടാവും. പക്ഷേ അങ്ങനെ റെഡ് ചില്ലീസ് ആയതുകൊണ്ട് തന്നെ പരമാവധി കുറച്ചിട്ടുണ്ട്. OTT വരുമ്പോഴൊക്കെ കഴിഞ്ഞത് നിങ്ങൾക്ക് അത്രയും നുള്ളി പെറുക്കിയെടുക്കാൻ പറ്റൂ. തിയേറ്ററിനൊക്കെ അവിടെ ഇവിടെയൊക്കെ കണ്ടാലായി ഒക്കെ വളരെ അടിപൊളിയാണ്. ഞാൻ പറഞ്ഞല്ലോ, ടൈഗറിൻ്റെ സീന്, പിന്നെ കുരങ്ങൻ്റെ വാർ സീക്വൻസ്, പിന്നെ കുറച്ച് ഡിവൈൻ റിലീജിയസ് ഫിഗേഴ്സിനെയൊക്കെ കാണിക്കുന്ന സീൻസ്, പിന്നെ അതുപോലെ തന്നെ മറ്റൊരു ചാരിയറ്റിൻ്റെ സീനുണ്ട്. ചാരിയറ്റ് മീൻസ് ഒരു രഥം പൊട്ടി ഈ ഫസ്റ്റ് ഹാഫിൽ ഒരു മറ്റേ നമ്മുടെ വെള്ളാനകളുടെ നാട് സിനിമയിൽ മറ്റേ ഈ റോഡ് റോളർ ഔട്ട് ഓഫ് കൺട്രോളായിട്ട് ഇടിക്കാൻ പോകുന്ന മാതിരി ഒരു രഥം പൊട്ടി അങ്ങനെ ഔട്ട് ഓഫ് കൺട്രോളായി പോകുന്നൊരു സീനുണ്ട്. അതൊക്കെ എമ്മാതിരി ലെവലിൽ അവർ പിടിച്ച് വെച്ചേ. ക്യാമറ, മറ്റേ ആർട്ട്, സെറ്റ് ഡിസൈനിങ് എല്ലാം വളരെ കിട്ടില്ല എൻഗേജിങ് ആയിട്ട് ആണ് അതൊക്കെ പിടിച്ച് വെച്ചത്. ചില നേരത്തെ നമ്മൾ വിചാരിക്കും അത്രയും പെർഫെക്ഷനോടെ ഇവർ ചെയ്തുകൊണ്ടത് ഇന്ത്യൻ സിനിമ തന്നെയാണോ. ഇവരെ കോടിക്കണക്കിന് 200, 300, 500 കോടി അങ്ങനത്തെ വലിയ 600 കോടി ബഡ്ജറ്റൊന്നും അല്ല ഉള്ളത്. 150 കോടീൻ്റെ ഉള്ളിലാണ് ഋഷഭണ്ണൻ ഇത് പുള്ളി ചെയ്തത് എന്ന് ആലോചിക്കുമ്പോൾ ആ ഒരു മനുഷ്യനോടുള്ള റെസ്പെക്റ്റ് കൂടി വരികയാണ്. കാരണം ആക്ടിങ് എന്ന് പറഞ്ഞാൽ മോനെ ഇയാൾ കാന്താര വണ്ണിൻ്റെ അവസാനം നിങ്ങൾക്കറിയാലോ ചെയ്ത് കൂട്ടിയ സാധനം നാഷണൽ അവാർഡ് തന്നെ നിങ്ങൾ മൂപ്പർക്ക് കിട്ടാൻ കാരണം ആ അവസാനത്തെ വെറും വരുന്ന 10-15 മിനിറ്റിൻ്റെ ആ ഒരു ഹെവി ഇന്ത്യൻ സിനിമയിൽ നിന്ന് ഇതുവരെ കാണാത്ത ലെവൽ ഓഫ് ഫെനോമിനൽ ആക്ടിങ്ങിന് ആണ്. സോ അങ്ങനെ ഒരു മനുഷ്യൻ ആക്ടിങ് ലെവലിൽ എത്രത്തോളം പൊരിക്കുന്നത് നമുക്കറിയാം. സോ ആക്ടിങ് ലെവലിലും നിന്ന് തീ കത്തുന്ന മാതിരി കത്തുക, അതിനൊപ്പം ഡയറക്ഷൻ, ഈ ബിഹൈൻഡ് ദ ക്യാമറേൻ്റെ മുന്നിൽ നിന്നും പിന്നിൽ നിന്ന് ഇങ്ങനെ അഴിഞ്ഞാടി അഭിനയിക്കാനും പിന്നിൽ നിന്ന് ഡയറക്ഷനും എല്ലാ ഒരു പിന്നെ റൈറ്റിങ്ങും പുള്ളിക്കാരനാണ്. ബാക്കി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഓടി അവിടെയൊക്കെ പെർഫെക്റ്റ് ആയിട്ട് കാര്യം നടക്കണമെന്നൊക്കെ നോക്കാനും സൂപ്പർവൈസൊക്കെ ചെയ്യാൻ എടുത്ത ഡെഡിക്കേഷൻ. പിന്നെ പോരാത്തതിന് ബോഡി ഫിസിക്ക്. ഫസ്റ്റ് പാർട്ടിലെ ഋഷഭിൻ്റെ ബോഡി, ഈ ഒരു പാർട്ടിലെ ഋഷഭിൻ്റെ ബോഡി നിങ്ങൾ നോക്കി ഹെവിലി ബൾക്ക് അയക്കുന്ന ഋഷഭ് ഷെട്ടി. സോ ട്രെയിനിങ്, ജിമ്മ്, ഇതെല്ലാം കൂടി മനുഷ്യൻ എങ്ങനെ ചെയ്തെടുത്തതെന്ന് പറയുമ്പോൾ സർറിയലാണ് ഡെഡിക്കേഷൻ. ഈ ഒരു കാന്താര എന്ന് പറഞ്ഞ ഒരു പ്രോജക്റ്റ്, കാന്താര യൂണിവേഴ്സിന് വേണ്ടി ഇങ്ങേരുടെ ലൈഫിൻ്റെ ചോര, ബ്ലഡ്, സ്വെറ്റ്, ടിയേഴ്സൊക്കെ നല്ല രീതിയിൽ തന്നെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. സോ അതിന് വേണ്ടി ഋഷഭ് ഷെട്ടി ഡിസേർവ്സ് എ ഫക്കിംഗ് സ്റ്റാൻഡിങ് ഓവിയേഷൻ. സോ അതിനുവേണ്ടി ഒരു നാഷണൽ അവാർഡ് ഇനിയും കിട്ടിയാലും ദർ ഇസ് നോ സർപ്രൈസ്. കാരണം ഡയറക്ഷനും ആക്ടിങ്ങിനും മാത്രമല്ല, ചങ്ങായി ഈസ് ഓൾറെഡി എ ലെജൻഡ്, ഈസ് ഓൾറെഡി എ ഫക്കിംഗ് ലെജൻഡ്. അതിന് പുള്ളിക്കാരന് കോടിക്കണക്കിന് സിനിമകളൊന്നും ചെയ്യേണ്ട ആവശ്യം തന്നെ വന്നില്ല. ആകെ കുറച്ച് സിനിമയെ ചെയ്തിട്ടുള്ളൂ. ആക്റ്റും ഡയറക്ഷനൊക്കെ കയറിപ്പോൾ ഒരു 5-6 ഉണ്ടാവും. കിർക്ക് പാട്ടി, കാന്താരേൻ്റെ ഫസ്റ്റ് പാട്ട്, ഋഷഭ വമന ഗൗഡ, അങ്ങനത്തെ ഒരു സാധനം, അങ്ങനെയൊക്കെ കുറച്ചൊക്കെ ഉള്ളൂ. പിന്നെ കാന്താര 1 ഇതും കൂടെ കൂട്ടിയിട്ട് അത്രയൊക്കെ ഉള്ളൂ. കയ്യിലെണ്ണാവുന്ന ഒരു ഫിലിമോഗ്രഫി ഉള്ളൊരു മനുഷ്യനാണ്. ബട്ട് ഇത്രയും ഒരു ഓൾറെഡി ചെയ്ത് വെക്കുന്ന വർക്കിൻ്റെ എമൗണ്ടും എടുക്കുന്ന എഫേർട്ടും പിന്നെ അത് എക്സിക്യൂട്ട് ചെയ്ത് പുറത്ത് വരുന്ന ഔട്ട്പുട്ടിൻ്റെ ക്വാളിറ്റിയും അന്യായമായിരിക്കുന്ന ഒരാൾ ഇത്രയും ഓൾറൗണ്ടർ കളിച്ച് പെർഫെക്റ്റ് ആയി എടുക്കുക. ഇറ്റ്സ് വെരി ഹാർഡ്. അതും ഒരു ഇത്രയും 150 കോടി ബഡ്ജറ്റിലൊക്കെ എടുത്ത സാധനമാണെങ്കിൽ 300 കോടീൻ്റെ ക്വാളിറ്റിയൊക്കെ നമുക്ക് ലിറ്ററലി കാണാൻ സാധിക്കും. മീൻവൈൽ 300 കോടിക്ക് എടുത്ത സാധനം 30 കോടീൻ്റെ ക്വാളിറ്റി പോലും കാണിക്കാത്ത ഈ ഒരു കാലഘട്ടത്തിൽ, എസ്പെഷ്യലി ഇൻ ഇന്ത്യൻ സിനിമാറ്റി. സോ ഋഷഭ് ഷെട്ടി, യു ആർ ദ ബെസ്റ്റ്. ദ ഫേസ്, ദ സോൾ, ദ ഹാർട്ട് ബീറ്റ്, എവറിത്തിങ് ഓഫ് ദിസ് ഫിലിം ഇസ് ഋഷഭ് ഫക്കിംഗ് ഷെട്ടി. പിന്നെ ആക്ടിങ് അറിയാലോ ഋഷഭ് ഷെട്ടീൻ്റെ. കാന്താര 1 ഒരൊറ്റ ഒരു ഗുളികൻ്റെ ഒരു പരിപാടി കാണിച്ച് ഞെട്ടിച്ച വ്യക്തിയാണ്. പക്ഷേ ഇവിടേക്ക് വരുമ്പം ഇറ്റ്സ് ഈവൻ മോർ ഇലവേറ്റഡ്. മൾട്ടിപ്പിൾ ടൈംസ് ആണ് പുള്ളിക്കാരൻ ഗുളികനിലേക്ക് ട്രാൻസ്ഫോം ആവുന്ന സീൻ. ഒറ്റ ഗുളികനായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഉള്ളത്. ഇത്തവണ പുള്ളിക്കാരൻ ഗുളികൻ്റെ ഹോൾസെയിൽ ഡീലർഷിപ്പാണ് ചെയ്തത്. ഗുളികൻ സ്റ്റാർ. ഞാൻ കളിയാക്കി പറയല്ല, കാരണം ആ ലെവല് ഒരു ഇൻ്റർവെല്ലിന് ശേഷം ഇത് സ്പോയിലറാണ് ഇനി അങ്ങോട്ട് ഞാൻ പറയാൻ പോകുന്നത്. സോ ഇവിടെ വെച്ച് നിർത്തുക. പടം അന്യായമാണ്, കാണാത്തവർ പോയി കാണുക, ഇനി കണ്ടവർക്കുള്ളതാണ്. സോ ഇൻ്റർവെല്ലിന് ശേഷം ഒരു സീനുണ്ട്,
പുള്ളിക്കാരൻ്റെ നാട്ട് ഈ കാന്താരയിൽ വന്നിട്ട് നമ്മുടെ ഗുൽഷൻ ദേവയ്യ പുള്ളിക്കാരന് കിട്ടിയ പെർഫോമൻസ് ആയിരുന്നു. വളരെ നല്ല രീതിയിൽ തന്നെ ആ ഒരു ക്യാരക്ടറിൻ്റെ ആ ഒരു ഷെയ്ഡിന് പറ്റിയ രീതിയിൽ തന്നെ പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ട് ഗുൽഷൻ ദേവ്യ. ഗുൽഷൻ ദേവ്യൻ്റെ ക്യാരക്ടറായ കിങ് വന്നിട്ട് കാന്താരയിലെ ആൾക്കാരെ മാസക്കർ കൂട്ടക്കൊല ചെയ്തതിന് ശേഷം പുള്ളിക്കാരന് പെട്ടെന്ന് അങ്ങോട്ട് ഈ ഒരു ദൈവം കയറുന്നു. അതിനുശേഷം അത് നേരെ 2022 കണ്ട കാന്താരയിലെ പോലെ ഒരു ട്രാൻസ്ഫോർമേഷൻ അങ്ങ് കയറുകയാണ്. പക്ഷേ ആ ഒരൊറ്റ ദൈവമല്ല, അതിൽ തന്നെ ഓരോ ദൈവങ്ങളുടെ പേര് അഗ്നിദൈവ അല്ല അങ്ങനെ അഗ്നി ഗുളിക അങ്ങനെ ഓരോരോ ഗുളികന്മാർ 5-6-7 ഗുളികന്മാരെ വേരിയേഷൻ ഇങ്ങനെ ഓരോ അടിക്കും ശേഷം ഒരു ആർമീനെ മൊത്തം ആയിട്ടാണ് അടി കൂടുന്ന ആ സീന്. സോ ഒരാളടിയുമ്പോൾ ഒരു ദൈവം, മറ്റൊരാളടിയുമ്പോൾ വേറെ ദൈവം. അതിനൊപ്പം ബോഡി ലാംഗ്വേജും എക്സ്പ്രഷനും ഫേസും ഒക്കെ മാറുന്നത് ഇയാൾക്ക് ശരിക്കും ഈ 5-6-7 ഗുളികന്മാർ ഒറ്റയടിക്ക് കയറിയാണോ നമ്മൾ വിചാരിച്ചു പോകും. ഇതിന് മുന്നേ 2022 കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചു ശരിക്കും ആ ഒരൊറ്റ പാഞ്ചുരുളി എന്ന് പറയുന്ന ആ ഒരു ദൈവം കയറിയാണോ. ഇത് ദൈവങ്ങളുടെ ഹോൾസെയിൽ കയറിയ മാതിരി തന്നെ ഉണ്ട്. ഒന്നിനെയും പോലെ സിമിലാരിറ്റി അല്ല, ലിറ്ററലി ഓരോന്ന് വേറെ പെർട്ടിക്കുലർ ഡിഫറെൻറ്റ് ഷെയ്ഡ് ഓഫ് ഗുളികനായി മാറുകയാണ്. അതൊക്കെ ഇത് ശരിക്കും കയറുകയാണോ എന്ന് തന്നെ തോന്നിപ്പോകും. ലിറ്ററലി വായ പൊളിച്ച് നിന്ന് പോയൊരു ക്ലൈമാക്സ് ട്രാൻസ്ഫോർമേഴ്സ് സീനാണ്. ഫസ്റ്റ് പാർട്ടിനൊപ്പം ഈ പടത്തിൽ പുള്ളിക്കാരനെ ഞെട്ടിച്ച് കളഞ്ഞൊരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് ആ ഇൻ്റർവെലിന് ശേഷമാണ്. പിന്നെ ക്ലൈമാക്സിൽ കുറച്ചും കൂടെ വലിയ പരിപാടിയാവും ഇതിനൊക്കെ. ഞാനത് വിചാരിച്ചു പടം കഴിയാനായിട്ടില്ല, ഇതിപ്പോൾ സെക്കൻഡ് ഹാഫിൻ്റെ സ്റ്റാർട്ട് ആകുമ്പോൾ തന്നെ ഇജാതി ഒരു അന്യായ ട്രാൻസ്ഫോർമേഷൻ. ഈ ക്ലൈമാക്സിൽ ഇയാൾ ഇതിലും വലിയ ട്രാൻസ്ഫോർമേഷൻ എന്താ ചെയ്യാനുള്ളതെന്നൊക്കെ ആലോചിക്കുമ്പോഴാണ് നമുക്ക് നിന്നത്. പക്ഷേ അതിൽ കുറച്ച് സ്കെയിലും ബഡ്ജറ്റും കൂട്ടി കുറച്ച് വിഷ്വലി പരിപാടികൾ കാണിച്ചു. പിന്നെ നമ്മുടെ ചാമുണ്ടി അതൊരു ഫീമെയിൽ ഡേറ്റ് ചെയ്യണമെന്നാണ് ഞാൻ കരുതുന്നത്. സോ ചാമുണ്ടീനെ ഉള്ളിലേക്ക് ആവാഹിച്ച് ചാമുണ്ടി ഒരു ഫീമെയിൽ വേർഷൻ ഓഫ് ഗുളികൻ കയറി ആ ഒരു ആക്റ്റാണ് പുള്ളിക്കാരൻ കാണിച്ചത്. പക്ഷെ അത് ഈ ഒരു ഫസ്റ്റ് ഹാഫിൻ്റെ സ്റ്റാർട്ടിൽ കാണിച്ച ഈ കുറേ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞ 5-6 വേരിയേഷൻ ഓഫ് ദൈവങ്ങളൊക്കെ കയറി ആ ഒരു ട്രാൻസ്ഫോർമേഷൻ അത്ര എനിക്കൊരു ഇമ്പാക്റ്റോ അല്ലെങ്കിൽ ലിറ്ററലി സ്പൈൻ ചില്ലിങ് ഒരു എക്സ്പീരിയൻസ് തന്നിട്ടില്ലെങ്കിൽ പോലും ഇറ്റ് വാസ് ഓൾസോ ഗുഡ്. സോ ഞാൻ പറയുകയാണെങ്കിൽ ബെസ്റ്റ് ട്രാൻസ്ഫോർമേഷൻ സീൻസിൻ്റെ ഒരു ഓർഡർ വരികയാണെങ്കിൽ ഇമ്പാക്റ്റ് വൈസ് ഈ കാന്താരൻ്റെ എൻഡിങ്ങിൽ കാണിച്ചതും ഈ കാന്താര ഇപ്പം ഇറങ്ങി ഈ കാന്താര ലെജൻഡ് ചാപ്റ്റർ 1 ഈ ഇൻ്റർവെലിന് ശേഷം നമ്മുടെ ഗുൽഷൻ ദേവയ്യൻ്റെ ഈ രാജാവ് നമ്മുടെ ഈ കാന്താരയിലെ ആൾക്കാരെ കൂട്ടക്കൊല ചെയ്തതിന് ശേഷം അവിടെ നിന്ന് ഈ കുറേ 5-6 ടൈപ്പ് ഓഫ് ഗുളികന്മാരെ ട്രാൻസ്ഫോം ചെയ്തിട്ട് അവിടുത്തെ ആ ഒരു ആർമി ആ രാജാവിൻ്റെ ആർമീനെ ഒന്നൊന്നായിട്ട് കൊന്നൊടുക്കുന്ന ആ ഒരു സീന്, ഇത് രണ്ടും ഏകദേശം ഒരു വേവ് ഒരു മീറ്ററിൽ ഈക്വലി ആ ഒരു ഫസ്റ്റ് സ്പോട്ട് അർഹിക്കുകയാണ്. ദ ബെസ്റ്റ് ട്രാൻസ്ഫോർമേഷൻ സീൻ ആസ് എ ഗുളിക ദൈവ ദാറ്റ് ഈസ് ബീൻ ഡൺ ബൈ ഋഷഭ് ഷെട്ടി ഇൻ ദിസ് കാന്താര യൂണിവേഴ്സ്. ബട്ട് ഒരു പൊടിക്ക് നമുക്ക് ഇനി റാങ്ക് ചെയ്യാൻ കൊടുക്കുകയാണെങ്കിൽ ലിറ്ററലി ഒബ്വിയസ്ലി ഫസ്റ്റ് പാർട്ട് 2022 ഇറങ്ങിയ കാന്താര ക്ലൈമാക്സിൽ ഒരു സിംഗിൾ ദൈവ ട്രാൻസ്ഫോർമേഷൻ സീൻ അതിപ്പോഴും ഐക്കോണിക്കാണ്. ഇപ്പോഴും അത് തരുന്ന കിക്ക് വേറെ തന്നെയാണ്. പക്ഷേ എന്ന് വെച്ചിട്ട് ഇതിലെ ഈ കാന്താര 2 കാന്താര 2 അല്ല, ആക്ച്വലി ഇറ്റ്സ് പ്രീക്വൽ. ബട്ട് കാന്താര 2025 ക്ലൈമാക്സിലെയും ഈ പോസ്റ്റ് ഇൻ്റർവെലിന് ശേഷമുള്ള നമ്മുടെ ട്രാൻസ്ഫോർമേഷനും ഒക്കെ നല്ല തന്നെയാണ്. അതിൻ്റെ രീതിയിൽ പുള്ളിക്കാരൻ്റെ വർക്കും അഭിനയവും നമ്മളെ കോരിത്തരിപ്പിക്കുന്ന, നമ്മളെ ലിറ്ററലി ഷെയ്ക്ക് ചെയ്ത് വിടുന്ന ആ ഒരു തരത്തിലുള്ള ഒരു തരിപ്പ് കയറ്റി വിടുന്ന ഒരു അഭിനയം, അത് ഏത് ട്രാൻസ്ഫോർമേഷൻ സീനിലും അന്യായം തന്നെയാണ്. ബട്ട് റാങ്ക് ചെയ്യുകയാണെങ്കിൽ ഇതൊക്കെ റാങ്ക് ചെയ്യാനുള്ള ഒരു സാധനമല്ല. ബട്ട് ലിറ്ററലി റാങ്ക് ചെയ്യുകയാണെങ്കിൽ ചെറിയ പൊടിക്ക് വ്യത്യാസത്തിന് കാന്താര 2022 ആ ഒരു ഇതാണ് 1ാം സ്ഥാനം. സെക്കൻഡ് സ്ഥാനം ഞാൻ ഈ പറഞ്ഞ ഗുൽഷൻ ദേവയ്യൻ്റെ ആർമീനെ മൊത്തം അടിച്ചിടുന്ന വേരിയസ് കൈൻഡ് ഓഫ് ഗോഡ്സ് ഉള്ളിലേക്ക് കയറിയിട്ട് ആ ഒരു പോസ്റ്റ് ഇൻ്റർവെൽ ട്രാൻസ്ഫോർമേഷൻ സീൻ, പിന്നെ ക്ലൈമാക്സിലെ ചാമുണ്ടി കയറി വരുന്നത്. സോ അങ്ങനെയാണ് ഇതിപ്പം ഞാൻ ട്രാൻസ്ഫോർമേഷനൊക്കെ റാങ്ക് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ പറയുകയാണെങ്കിൽ എല്ലാം പറയണമല്ലോ, എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ് ഞാൻ പറയുന്നത്. ആ ഒരു കിക്ക് എസ്പെഷ്യലി ക്ലൈമാക്സിന് പറഞ്ഞാൽ ഈ പോസ്റ്റ് ഇൻ്റർവെലിന് ശേഷമുള്ള ഗുൽഷൻ ദേവയ്യൻ്റെ ആ ഒരു കിങ് ക്യാരക്ടറിൻ്റെ ആർമീനെ തോൽപ്പിക്കുന്നത് വളരെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇമ്പാക്റ്റും ആ ഒരു കോരിത്തരിപ്പൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ആ ഒരു ലെവൽ ഒന്നും വന്നിട്ടില്ല ക്ലൈമാക്സിൽ. അത് കുറേ വിഷ്വലി പരിപാടി പിടിച്ചതാണെങ്കിലും കോരിത്തരിപ്പിൻ്റെ കാര്യത്തിൽ കാന്താര 1 അതിലെ ക്ലൈമാക്സും ഈ പറഞ്ഞ പോസ്റ്റ് ഇൻ്റർവെല്ലിലെ ആ ഒരു സീനും ആ ഒരു ട്രാൻസ്ഫോർമേഷൻ സീനും. സോ ക്ലൈമാക്സ് മോശമൊന്നുമല്ല, ക്ലൈമാക്സ് കുറച്ച് പേര് വിഷ്വലി ഗ്രാൻഡ് പരിപാടികൾ പിടിച്ചുകൊണ്ടാണോ അറിയില്ല. ഇറ്റ്സ് മോർ ലൈക്ക് വിഷ്വൽ ഈസ് ടെല്ലിങ് ദ സ്റ്റോറി, ബട്ട് ദ vibe or the ambience has been decreased a little bit comparing to the previous ones. കാരണം
പ്രീവിയസ് വണ്ണിൻ്റെതെന്ന് വെച്ചാൽ നമുക്ക് വിഷ്വലി ഒരു പരിപാടിയും കാണിച്ചിട്ടില്ല. ലിറ്ററലി ആ മനുഷ്യൻ്റെ അലറലും പിടിക്കലും ആ ഒരു ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എല്ലാം നമ്മുടെ ഉള്ളിൽ നമ്മൾ തന്നെ അറിയാണ്ട ഒരു റിലീജിയസ് ആ ഒരു സ്ഥലത്ത് കണ്ണിൻ്റെ മുന്നിൽ നിന്ന് ഇത് കാണുന്ന മാതിരി ഒരു ഫീലായിട്ട്. ഇവിടെ ഇവന്മാർ കുറേ ശിവൻ അതുപോലെ ചാമുണ്ടി അങ്ങനെ കുറേ അതിനെയൊക്കെ ലിറ്ററലി വിഷ്വലി കാണിക്കാനുള്ള പരിപാടി, പുലീനെ കൊണ്ടുവരിക, കുറേ ഗ്രാഫിക്സിൻ്റെ പരിപാടിയൊക്കെ ഉണ്ട്. സോ ആ വിഷ്വൽസ് കണ്ട് കാണിക്കാൻ അതിലേക്ക് ഫോക്കസ് ചെയ്തിട്ടാണോ അറിയില്ല, ആ ഒരു ഉള്ളിൽ നമുക്കൊരു ആ ഒരു വിറയ്ക്കുന്ന ഒരു ഫീൽ എനിക്ക് പേഴ്സണലി കിട്ടിയില്ല. അത് മോശം ഒരിക്കലുമല്ല, ഞാൻ നിറ്റ്പിക്ക് ചെയ്ത് പറയുകയാണ് എൻ്റെ പേഴ്സണൽ ഒരു ഇതിൽ പറയുകയാണെങ്കിൽ. പക്ഷേ ആ ഒരു ക്ലൈമാക്സ് മോശമല്ല, ക്ലൈമാക്സ് വാസ് ലിറ്ററലി എപ്പിക്. ഇതൊക്കെ മൈൻഡ് ഇത്രയും തിയേറ്ററിൽ പോയതൊന്നും നിങ്ങൾ ആലോചിക്കരുത്, ഇത് അത്ര ഒരു കിക്ക് കിട്ടിയില്ല അങ്ങനെയൊന്നും നിങ്ങൾ ആലോചിക്കുക. നിങ്ങൾ ലിറ്ററലി വണ്ടർ അടിച്ച് കാണും. ഞാനും അങ്ങനെ തന്നെയാണ് കണ്ടത്. സോ ദാറ്റ് ഈസ് ഓൾ ഐ ഹാവ് ടു ടെൽ അബൌട്ട് ദ ഹൈ മൊമെൻറ്റ്സ് ഓഫ് കാന്താര. പിന്നെ പറയാനുള്ളത് ഇതിലെ ആക്ടേഴ്സ് ഋഷഭ് ഷെട്ടി ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഇനി ഒന്നും പറയാനില്ല. ഈസ് ജസ്റ്റ് അനദർ ലീഗ്, സെറ്റ് ബാർ ഫോർ ആക്ടിങ് വെരി ഹൈ. പിന്നെ നമ്മുടെ രുക്മിണി വസന്ത്, ഷീ ഈസ് ജസ്റ്റ് സോ ബ്യൂട്ടിഫുൾ. ഭയങ്കര അടിപൊളി ക്യാരക്ടറാണ്. ചുമ്മാ നമ്മളെ ഐ ക്യാൻഡി എന്നൊക്കെ ഒരു ടേം ഉണ്ട് ഇംഗ്ലീഷിൽ. കണ്ണിന് കുളിരായിട്ട് ഒരു നായികനെ വെക്കുക, ആളെ ക്രൗഡ് ഉള്ളിലേക്ക് എത്തിക്കാനും അങ്ങനെ ഒരു ഐ ക്യാൻഡി ഒരു പർപ്പസിനല്ല പുള്ളിക്കാരത്തിനെ യൂസ് ചെയ്തതെന്ന് ഈ സിനിമ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൽ തന്നെ ഒരു സന്തോഷം. കാരണം ചുമ്മാ കുറച്ച് തൊലിക്ക് എളുപ്പമുള്ള ഒരു നായികനെ കൊണ്ടുവച്ച് ആ ഒരു പാട്ടും അങ്ങനെ റൊമാൻസ് അതിനൊന്നും അല്ല കൊണ്ടുപോകുന്നത്. നല്ല റിട്ടേൺ ക്യാരക്ടറാണ്, നല്ലൊരു സെൻട്രൽ റോളാണ് പുള്ളിക്കാരത്തി. ഷീ ഈസ് ബ്യൂട്ടി ആൻഡ് ബോൾഡ് അറ്റ് ദ സെയിം ടൈം. സെക്കൻഡ് ഹാഫിലേക്ക് എത്തുമ്പോൾ നമ്മൾ പൂക്കിയാണെന്ന് വിചാരിച്ചിരുന്ന ഒരു ക്യാരക്ടർ എന്താണ് പുള്ളിക്കാരത്തിൻ്റെ ക്യാരക്ടർ പേരെന്തായിരുന്നു, കനകാവതി ഓർ സംതിങ്, കനകാവതി. അത് പിന്നെ അങ്ങോട്ട് പൂക്കിയിൽ നിന്ന് ബാഡിയായി മാറുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അതൊക്കെ നല്ല രീതിയിൽ തന്നെ രുക്മിണി ചെയ്തിട്ടുണ്ട്. രുക്മിണി ഷീ വാസ് ലിറ്ററലി ഗുഡ്. ഞാൻ വിചാരിച്ചു ഇപ്പം ലക്ഷ്മിക മന്ദാനി തൃപ്തി തിരുമേനിയൊക്കെ പോലെ തന്നെ ഒരൊറ്റ ഫിലിം കൊണ്ട് ക്ലിക്കായതിനു ശേഷം കണ്ട എല്ലാ ഇൻഡസ്ട്രിയും വാരി വലിച്ച് വെറുതെ യൂസ് ചെയ്ത് മാറുന്ന ഒരു മെറ്റീരിയലായി മാറുമെന്ന് റുക്മിണി. ബട്ട് ഋഷഭ് ഷെട്ടി കിഡിലനായിട്ടൊരു ടൈലർ മെയ്ഡ് പെർഫെക്റ്റ് ബ്യൂട്ടി ആൻഡ് ബോൾഡ് ഒരുമിച്ച് കൊണ്ടുവരുന്ന റോളായിട്ടാണ് രുക്മിണി വസന്തിനെ കൊണ്ടുവന്നത്. സോ രുക്മിണി വാസ് ജസ്റ്റ് ഫാബുലസ്. പിന്നെ പറയാനുള്ളത് നമ്മുടെ ഫിലിമിൻ്റെ ഈ സിനിമേൻ്റെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ള ക്യാരക്ടേഴ്സിൻ്റെ ഓർഡറിലാണ് ഞാൻ പറയുന്നത്. ഋഷഭ് ഷെട്ടീനെ ആദ്യം പറഞ്ഞു, പിന്നെ അതിന് ശേഷം വരുന്ന രുക്മിണിയാണ്. രുക്മിണിനെയും പറഞ്ഞു. ഇനി പറയാനുള്ളത് നമ്മുടെ സ്വന്തം മലയാളികളുടെ സ്വന്തം ജയറാമേട്ടൻ. യെസ്, ജയറാമേട്ടൻ ഈസ് ബാക്ക്. ഫൈനലി ജയറാമേട്ടൻ ഒരു പാൻ ഇന്ത്യൻ സിനിമയിലൊക്കെ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് തമിഴ്, തെലുങ്ക്, കന്നഡ എല്ലാ ഇൻഡസ്ട്രിയിലും പോയിട്ട് കോമാളി വേഷം വാങ്ങി വരുന്നു. ഒരു ലാഫ് മെറ്റീരിയൽ ആവുന്നു, ചാകുന്നു, പോകുന്നു. അങ്ങനെ ഒരു ക്യാരക്ടേഴ്സിനെ മാത്രം കൊടുക്കുന്ന പത്മരാജൻ സിനിമകളൊക്കെ അഭിനയിച്ച് അവാർഡുകൾ, സ്റ്റേറ്റ് അവാർഡ്, മറ്റ് അവാർഡ്, അങ്ങനെ ഒരുപാട് അവാർഡ് വാങ്ങിക്കൂട്ടിയ മലയാളികളെ പൊതു സ്വത്തായ ജയറാമേട്ടനെ ഒരു കോമാളിയാക്കി മാറ്റിയിരിക്കുന്ന ഒരു പാൻ ഇന്ത്യൻ ട്രഡീഷനെ പൊളിച്ചെഴുതി സിനിമയിലെ തന്നെ വൺ ഓഫ് ദി മോസ്റ്റ്, ഋഷഭ് ഷെട്ടിക്കും രുക്മിണി വസന്തിനൊക്കെ ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന സെൻട്രൽ തന്നെ സിനിമ. ഈ ക്യാരക്ടർ അല്ലെങ്കിൽ സിനിമ മുന്നോട്ട് പോകില്ല എന്നുള്ള രീതിയിലുള്ള ഒരു ക്യാരക്ടർ, സെൻട്രൽ ക്യാരക്ടർ ത്രൂ ഔട്ട് ഫസ്റ്റ് സെക്കൻഡ് തൊട്ട് ലാസ്റ്റ് സെക്കൻഡ് വരെ ഫിലിമിൽ ഉടനീളം പ്ലേ ചെയ്യുന്ന ഒരു കിടിലൻ സോളിഡ് ക്യാരക്ടറിനെ കൊടുത്ത് ഋഷഭ് ഷെട്ടിക്ക് ഇരിക്കട്ടെ ഒരു കയ്യടി. യെസ്, ജയറാമേട്ടൻ ഈസ് വൺ ഓഫ് ദി മെയിൻ ക്യാരക്ടർ ഓഫ് കാന്താര ലെജൻഡ് ചാപ്റ്റർ 1 ആൻഡ് ഹി ഈസ് ഡൺ വെരി ഗുഡ് ജോബ് ഇൻ ദാറ്റ് ഓൾസോ. ആ ഒരു എറഗൻറ്റ്, ജലസ്, ഒരു പവർ കൈമ കിട്ടിയിട്ട് മിസ്യൂസ് ചെയ്യുന്ന ഒരു കിങ്, ഒരു നിർഗുണ കിങ്ങിൻ്റെ റോള് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരൻ ഓൾറെഡി ഒരു കന്നഡ നടനായതുകൊണ്ട് ലാംഗ്വേജ് ഒരു വിഷയം പുള്ളിക്കാരനില്ല. കൂടുതൽ ഹിന്ദി സിനിമ സീരീസിലാണ് നമ്മൾ കണ്ടത് എങ്കിൽ പോലും. പിന്നെ ബാക്കിയുള്ള സൈഡിൽ നിൽക്കുന്ന ഹ്യൂമർ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് എല്ലാവരും അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഹ്യൂമർ എന്നൊക്കെ പറയുമ്പോൾ പീക്ക് ലെവൽ ഹ്യൂമർ അല്ലെങ്കിലും ചളിയാണെങ്കിൽ പോലും നമുക്ക് ആ ഒരു സീരിയസ് വേൾഡിൽ അത്യാവശ്യം രണ്ട് ചിളി ഇരിക്കാൻ, തിയേറ്റർ ക്രൗഡിനൊപ്പം കൂടിയിരുന്ന് ഹ എന്ന് ഇരിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ഫസ്റ്റ് ഹാഫ് കംപ്ലീറ്റ്ലി അല്ലെങ്കിൽ ഒരു മെജോറിറ്റി കോമഡിയൊക്കെയാണ്. സ്റ്റിൽ എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് ഇതൊക്കെ വർക്കാകും. കാരണം ഫസ്റ്റ് ഹാഫ് കംപ്ലീറ്റ് എൻ്റർടൈനിങ്, ചിരി, കളി, തമാശ, കുറച്ച് അവിടെ ഇവിടെ വേൾഡ് ബിൽഡിങ്ങിൻ്റെ ഒരു ഹിൻഡിട്ട് പോയി. സെക്കൻഡ് ഹാഫിൽ കളി മൊത്തം മാറ്റി പിടിക്കും. ഫസ്റ്റ് ഹാഫ് കാണുമ്പോൾ നിങ്ങൾ ഇതിലൊക്കെ എന്താണോ, ഇതിലൊന്നും ഇല്ലല്ലോ, ഇത് ഒരു യാതൊരു തരത്തിലൊരു ഇമ്പാക്റ്റ് ഇല്ല, ഫുള്ളിത് കോമഡി സിനിമയാണോ എന്ന് വരെ ചിന്തിച്ചു പോകും. ബട്ട് സെക്കൻഡ് ഹാഫിൽ കംപ്ലീറ്റ് ടോൺ അങ്ങ് മാറ്റി അണ്ണൻ്റെ വരാഹ രൂപം അങ്ങ് പുറത്തിറക്കും. ദാറ്റ് ഈസ് ദ എൻറ്റയർ സ്ട്രക്ചർ ഓഫ് ദിസ് ഫിലിം. പിന്നെ അടുത്ത പോസിറ്റീവ് ഓഫ് കോഴ്സ് മ്യൂസിക് ഡയറക്ടർ രജനീഷ് ലോകനാഥ് കത്തിച്ച് വിട്ടിട്ടുണ്ട്. അന്യായ ലെവൽ സാധനം. കാരണം ഫസ്റ്റ് പാർട്ടിൽ തന്നെ കുറേ കൾട്ട് ക്ലാസിക് BGM, അല്ലെങ്കിൽ കൾട്ട് ലെവൽ BGM ആണ്. നമ്മുടെ മൈൻഡിൽ നിന്ന് തന്നെ ഒരിക്കലും പോകാത്ത രീതിയിലുള്ള BGM ഒക്കെയാണ് പുള്ളിക്കാരൻ ചെയ്ത് വെച്ചത്.
ആ ഒരു പാം 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 ആ സാധനം, പിന്നെ വരാഹരൂപം സോങ്, അതിൻ്റെ കുറേ വേരിയേഷൻ, ഇതൊക്കെ ഫസ്റ്റ് പാർട്ടിൽ ഒരു കൾട്ട് ലെവൽ സാധനമാണ് ചെയ്ത് വെച്ചത്. അത് തന്നെ ഇങ്ങോട്ട് കംപ്ലീറ്റ് റിപ്പീറ്റ് ചെയ്ത് അത് തന്നെ മറച്ചടിച്ച് തിരിച്ചടിച്ച് വേരിയേഷൻ അപ്പും ഡൈയും ഫ്രീക്വൻസി കൂട്ടിയും കുറച്ചും അങ്ങനെ അങ്ങനെ സ്പാം ചെയ്ത് ഒരു പരിപാടിയല്ല. ഈ സിനിമയ്ക്ക് ഇതിൻ്റേതായ കുറേ പുതിയ പുതിയ BGMകൾ അത് നല്ല രീതിയിൽ തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മെയിൻ ഹൈപ്പ് മൊമെൻറ്റ് വരുമ്പോൾ ആ ഓൾഡ് സിനിമേൻ്റെ ആ ഓൾഡ് പാർട്ടിലെ കാന്താര യൂണിവേഴ്സിൻ്റെ മെയിൻ BGM ആയ ഞാൻ നേരത്തെ പറഞ്ഞ ഞാൻ മൂളി നശിപ്പിച്ച ആ ഒരു മ്യൂസിയവും വരാഹരൂപമൊക്കെ എൻഡിലോട്ടും ഹൈ മൊമെൻറ്റിലോട്ട് റെഡി ബാലൻസ് ചെയ്തിട്ടുണ്ട്. പിന്നെ വിഷയമാണ് ഒരു ഡിവൈൻ ആ ഒരു ആംബിയൻസ് കിട്ടാൻ പഴയതായാലും പുതിയതായാലും ഈ സിനിമയത്തെ BGM ആയാലും പഴയതാണെങ്കിലും പുള്ളിക്കാരൻ ആ ഒരു ഡിവൈൻ ആംബിയൻസ് എത്തിക്കാൻ പുള്ളിക്കാരൻ്റെ മ്യൂസിക് തന്നെയാണ് അപ്പോഴും ഇപ്പോഴും ഈ ഫിലിമിൻ്റെ ആക്ച്വൽ ഹാർട്ട് ബീറ്റ്. അതിൽ ഒരു തർക്കമില്ല. ജനീഷ് ലിറ്ററലി ലിറ്റ് ഇറ്റ്. പിന്നെ ചെറിയൊരു പോരായ്മ പറയാനുള്ളത്, ചില നേരത്തൊക്കെ ആക്ഷൻ സീക്വൻസിലൊക്കെ വരുമ്പോൾ കുറച്ച് ഹൈ ലെവൽ ഓഫ് മ്യൂസിക് വരുമ്പം കുറച്ചങ്ങ് ആവശ്യത്തിലധികം ഹൈ ആയി പോകുന്നുണ്ടോ എന്ന് സംശയിക്കും. കാരണം അത്തിരി അസഹനീയമായി തോന്നും, വളരെ ഹൈ നോട്ടിൽ പോകുന്നുണ്ട്. പക്ഷേ നിങ്ങളാ ഒരു സീൻ്റെ ഒരു വൈബിൽ നിങ്ങൾ ഒരിക്കലും നോട്ടീസ് ചെയ്യില്ല. പക്ഷേ അല്ലാണ്ട് നോക്കുമ്പോൾ നിങ്ങൾ ഇത് ഇത്തിരി ഓവറായി പോയെന്ന് തോന്നിയേക്കാം. എനിക്കത് ചെറുതായി ഫീൽ ചെയ്തു. ഒരിക്കലും ഓവറോൾ ചെങ്ങായി ഈ സിനിമയ്ക്ക് വേണ്ടി ചെയ്ത വർക്കിൽ നോക്കുമ്പോൾ അത് നെഗറ്റീവായി പറയാൻ പറ്റില്ല. ഇറ്റ്സ് 99.9% ആബ്സലൂട്ട് ഫയർ. ജനീഷ് ലോകനാഥ് ഋഷഭിന് ശേഷം ദി സോൾ ഓഫ് ദ ഫിലിം. പിന്നെ ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റും ഇതിൻ്റെ VFX ടീമും അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു, ആർട്ടൊക്കെ ലിറ്ററലി ആ ലോകത്ത് എത്തിച്ചേരും. പിന്നെ ഇതിൻ്റെ അടുത്ത് പറയാൻ പറ്റുന്നത് ഇതിൻ്റെ ടെക്നീഷ്യന്മാരാണ്. ടെക്നീഷ്യന്മാർ അപ്പാരം കഴിവുള്ള ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ഫൈനസ്റ്റ് ആൾക്കാർ തന്നെയാണ് ഇങ്ങനെ പിടിച്ചെടുത്തതെന്ന് തോന്നുന്നത്. കാരണം അത്രയും മികച്ചൊരു ഔട്ട്പുട്ട് ഇതിൽ കാണാനുണ്ട്. സിനിമാറ്റോഗ്രാഫി, ലൈറ്റിങ്, ഫ്രെയിംസ്, DOP, പിന്നെ ഇതിൻ്റെ കളർ ഗ്രേഡിങ് എല്ലാം അന്യായം തന്നെ. ലിറ്ററലി കാന്താരൻ്റെ ഒരു മിസ്റ്റീരിയസ് ഗ്ലൂമി ഡാർക്ക് പിന്നെ ഒരു ഡിവൈൻ ആംബിയൻസ് ഉള്ള ഒരു വേൾഡിലേക്ക് പിടിച്ചങ്ങ് ഉന്തിയിട്ടേക്കും, നമ്മളെ ലിറ്ററലി ക്യാപ്റ്റിവേറ്റ് ചെയ്യിപ്പിക്കും. അതിന് ഈ എല്ലാ ടെക്നീഷ്യന്മാരും BGM ചെയ്ത ആളും എല്ലാവരും ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാവരും വഹിക്കുന്ന പങ്ക് എന്ന് പറയുന്നത് അത്രത്തോളം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഹൈ ലെവലാണ്. ഞാൻ ഇതെല്ലാം കണ്ട് സൂപ്പർവൈസ് ചെയ്ത് പേപ്പറിൽ നിന്ന് സ്ക്രീനിലേക്ക് എത്തിക്കാൻ ഓടി നടന്ന് ആക്ടിങ്ങും ഫിസിക്കൽ പരിപാടികളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനിടയിൽ എല്ലാം വൺ മാൻ ഷോ കളിച്ച ഋഷഭ് ഷെട്ടി പിന്നെ ലിറ്ററലി മനുഷ്യനാണോ എന്ന് തന്നെ നമുക്ക് തോന്നിപ്പോകും. അങ്ങേർക്കുള്ള കയ്യടി ഞാൻ കൊടുത്ത് മതിയായി. എത്ര പറയാനാണ്, പുള്ളിക്കാരൻ്റെ മുന്നിൽ നമിച്ചു. ദാറ്റ്സ് ഓൾ. ഋഷഭ് ഷെട്ടി ജസ്റ്റ് ഡോമിനേറ്റഡ്, ഒന്നും പറയാനില്ല. അത്രത്തോളം ഇതാണ് ഇതിൻ്റെ പോസിറ്റീവും കാര്യങ്ങളും. പിന്നെ നെഗറ്റീവ് ഞാൻ ഇപ്പിക്ക് ചെയ്ത് പറയുകയാണെങ്കിൽ, നെഗറ്റീവ് ഇല്ല എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. എനിക്ക് കുറച്ച് മൈനർ ഡ്രോബാക്സ് തോന്നിയിട്ടുണ്ട്. കുഡ് ബീൻ ബെറ്റർ എന്നാണ് പറയാൻ പറ്റുന്നത്. ഒരു നെഗറ്റീവ് ഞാൻ എടുത്ത് പറയുന്നത് കുഡ് ബീൻ ബെറ്റർ എന്ന് പറയാൻ പറ്റും. കാരണം ഒരു സിനിമയും പെർഫെക്റ്റ് അല്ല, ആൻഡ് ഇറ്റ്സ് റയർ ടു ഫൈൻഡ് എ പെർഫെക്റ്റ് ഫിലിം. സോ കാന്താരയും പെർഫെക്റ്റ് അല്ല, ഒരു ആവറേജ്. ഓവറോൾ നോക്കുവാണെങ്കിൽ ഞാനൊരു ഇത്രയും പോസിറ്റീവ് പറഞ്ഞാലും ഞാനൊരു ആവറേജ് സിനിമയാണെന്നോ ഈ സിനിമയെ പറയൂ. അപ്പം അതിന് ആവറേജിലേക്ക് മാറ്റാൻ കാരണമായ കുറച്ച് എനിക്ക് തോന്നിയ കാരണങ്ങളെന്ന് പറയുന്നത്, കുറച്ച് ഓവർ ദ ടോപ്പ് പരിപാടികൾ ഇതിൽ ചെയ്തേ വന്നിട്ടുണ്ട്. ഓവർ ദ ടോപ്പല്ല, കുറച്ചധികം ഓവറായിപ്പോയി. ബഡ്ജറ്റ് കയ്യിലുള്ളത് എന്തായാലും ഇവർ കാണിക്കണം. അപ്പോൾ കാണിക്കുന്നതിൻ്റെ ഇടയിൽ ആ ഒരു നാച്ചുറാലിറ്റി ഫീൽ നഷ്ടപ്പെട്ടു പോയോ എന്നൊരു സംശയം. നന്ദീനെ കാണിക്കുന്ന ഒരു സീനുണ്ട്, ബ്രഹ്മരക്ഷസോ സംതിങ്, മറ്റേ അത് കുറച്ച് CGI ഒക്കെ ചെയ്തിട്ട് കുറച്ച് ഓവർ ദ ടോപ്പ് ആയോ എന്നൊരു സംശയം. അതിൻ്റെ ലിറ്ററലി ഒരു പക്ഷെ അത് കാണിക്കണം എന്നുണ്ട്. ഇത് കാണിക്കാണ്ട് കാരണം ആ ഒരു ക്യാരക്ടറിന് കിട്ടിയ ഹൈപ്പ് ഓർ ബിൽഡപ്പ് ഈസ് ദാറ്റ് ഹൈ. സോ അങ്ങനെയൊന്നും കാണിക്കണം. പക്ഷേ അത് ഒരു കാർട്ടൂണിഷ് പരിപാടി. VFX ഒന്നും മോശമൊന്നുമല്ല, എങ്കിൽ പോലും കുറച്ച് ഓവറായതുകൊണ്ടൊരു ഞാൻ ഇതെന്താ ഇപ്പോൾ അത്ര സീരിയസ് ടോണിൽ നോക്കുമ്പോൾ ഇങ്ങനെ ഒരു ക്യാരക്ടർ അവർ ഇറക്കി കഴിയുമ്പോൾ അങ്ങനെ തോന്നിപ്പോകും. സോ അത് പിന്നെ ഞാൻ പറഞ്ഞ ക്ലൈമാക്സിലെ സംഭവം കൂടുതൽ CGI ഗ്രാഫിക്സ് വർക്കിന് റിലേ ചെയ്തു. അത് ഫസ്റ്റ് പാർട്ട് പോലെ കൂടുതൽ റിയലിസ്റ്റിക് ആക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ അധികം ഇമ്പാക്റ്റ് കിട്ടിയാണ്, കുറച്ചും കൂടെ അധികം ആ ഒരു ഡിവൈൻ ഓറ നമുക്ക് ലഭിച്ചേനെ. ബട്ട് ഇത് കൂടുതൽ CGI ഗ്രാഫിക്സ് വിഷ്വൽ വർക്കിലേക്ക് അവർ ഫോക്കസ് ചെയ്തു. അതിൻ്റെ ഒരു ആവശ്യമില്ല. അത് ഇത്തിരി അരോചകം അല്ലെങ്കിലും ഓവറായി തോന്നി. CGI റിലൈയിങ് അത്ര നല്ലതായിട്ട് തോന്നിയില്ല. എസ്പെഷ്യലി ആ ക്ലൈമാക്സിലൊക്കെ പ്രതീക്ഷിച്ചത് കുറച്ചും കൂടെ കിക്ക് കിട്ടുന്ന സാധനമാണ്. പക്ഷേ അത് CGIയിലേക്ക് മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് അത് ചെറിയ രീതിയിൽ ഡിസപ്പോയിൻമെൻ്റ് ആയി തോന്നി. നെഗറ്റീവ് അല്ലെങ്കിലും ഡിസപ്പോയിൻമെൻ്റ് ആയി തോന്നി. പിന്നെ കുറച്ച് മതം വിറ്റ് പൈസ, ഞാൻ ഇതൊരിക്കലും പറയില്ല മതത്തിനെ മാർക്കറ്റ് ചെയ്തിട്ട് ചെയ്യുന്ന കുറച്ച് പരിപാടികൾ എന്നൊക്കെ തോന്നിപ്പോകും. കാരണം റിലീജിയൻ ദൈവങ്ങളും ഇതിനെയൊക്കെ വെച്ചിട്ട് ഇവന്മാർ കുറേ
എന്താണ് ഇതിനൊരു അടുത്ത ഒരു പാർട്ട് അനൗൺസ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ദൈവങ്ങളൊക്കെ വെച്ച് മാർക്കറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് തോന്നിപ്പോകുന്ന ഏതാനും കുറച്ച് സാധനം എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇത് എന്താണെന്നൊന്നും എന്നോട് ചോദിക്കരുത്. ഇത് ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എൻ്റെ മൈൻഡിൽ കൂടെ പോയ കാര്യമാണ്. സോ ഭക്തന്മാരൊന്നും വന്നിട്ട് എന്നെ തെറി വിളിക്കരുത്. ഞാൻ എയ്ത്തിസ്റ്റാണ്, അതൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. അത് തോന്നിയിട്ടേ ഉള്ളൂ. ബട്ട് ഓവറോൾ ഇതിൻ്റെ ഒരു ഡിവൈൻ ആംബിയൻസിനെ അതൊന്നും ബാധിക്കുന്നില്ല. ഓവറോൾ ഇതിൻ്റെ തിയേറ്റർ എക്സ്പീരിയൻസ് ഒന്നും ബാധിക്കുന്നില്ല. ഓവറോൾ എൻ്റർടൈൻമെൻറ്റിനെ ഒരിക്കലും ഇത് ബാധിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ റിവ്യൂ ഇവിടെ നിർത്തുന്ന. സോ ഇതാണ് ഞാൻ പറഞ്ഞ ഏതാനും കുറച്ച് ഡ്രോബാക്സ്. പിന്നെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അങ്ങനെയൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ മറ്റൊരു ഡ്രോബാക്ക് അല്ല, ഒരു പോസിറ്റീവ് ഞാൻ പറയാൻ വിട്ടത് ആക്ഷൻ കൊറിയോഗ്രാഫിയാണ്. കിടിലൻ സാധനങ്ങൾ, അന്യായ സാധനങ്ങൾ, ക്യാമറ മൊമെൻ്റൊക്കെ അന്യായ സാധനം, ഫോറസ്റ്റ് ഫൈറ്റ്, പിന്നെ അതിന് ശേഷം ഒരു ബാറ്റിൽ സീക്വൻസ് വരുന്നുണ്ട്, ലിറ്ററൽ വാർ. ഇതെല്ലാം കിടിലനൊരു ഇമ്പാക്റ്റ്. നമുക്ക് ആ ഒരു അഡ്രിനൽ നമുക്ക് കയറി അടിക്കാൻ തോന്നുന്ന രീതിയിലുള്ള ഓരോ പഞ്ച് ഫീൽ ചെയ്യുന്ന കുറച്ച് ആക്ഷൻ കൊറിയോഗ്രാഫികൾ ഒക്കെ കിടിലനാക്കിയിരുന്നു. അപ്പോൾ ചെയ്തത് ഞാൻ ആരാന്ന് നോക്കിയപ്പോൾ ട്രോയ് പോലത്തെ സാധനമൊക്കെ ചെയ്ത ആളാണ് ഇതിൻ്റെ സ്റ്റണ്ട് ഡയറക്ടർ. സോ ഒബ്വിയസ്ലി ഇങ്ങനെ റിസൾട്ട് കിട്ടേണ്ടതാണ്. സോ ആക്ഷൻ ഓൾസോ വാസ് സൂപ്പർ. ഇതിൽ ഓപ്പറേഷൻ സ്പിരിച്വാലിറ്റി കണക്ട് ചെയ്യുന്ന ആ സംഗതിയൊക്കെ ശരിക്കും നന്നായിട്ടുണ്ട്. ലൈക്ക് ഫസ്റ്റ് പാർട്ടിലെ പോലെ തന്നെ ഫസ്റ്റ് പാർട്ടിൽ പോലീസും ആ ഒരു കാന്താര അവിടുത്തെ ആൾക്കാർ വേണമെങ്കിൽ ഇവിടെ രാജാക്കന്മാരും അതുപോലെ തന്നെ കാന്താരത്തെ ആൾക്കാർ തമ്മിൽ. സോ കോമൺ ആയിട്ട് സ്പിരിച്വാലിറ്റീൻ്റെ ഓപ്പറേഷൻ്റെ ഇടയിൽ വരുന്നത് ആ സംഗതിയൊക്കെ നന്നായിട്ട് തന്നെ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഓവറോൾ നോക്കുമ്പം നെഗറ്റീവ് വളരെ കുറവും, എന്നാൽ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഈ ഒരു പാർട്ട് ഫസ്റ്റിന് ശേഷം ഇങ്ങനൊരു പാർട്ടിനെ വെച്ച ഹൈപ്പിനോട് നീതി പുലർത്തുന്ന കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പം നെഗറ്റീവ് കുറവും പോസിറ്റീവും കൂടുതലുള്ള ഒരു ജസ്റ്റിഫൈങ് ആൻഡ് ഡീസൻറ്റ് പ്രീക്വൽ ആയിട്ടാണ് ഓവറോൾ കാന്താര ചാപ്റ്റർ 1, കാന്താര ലെജൻഡ് ചാപ്റ്റർ 1 എനിക്ക് ഫീൽ ചെയ്തത്. യെസ്, ഇറ്റ് ഹാസ് കൈൻഡ് ഓഫ് അവിടെ കുറച്ച് ഹിറ്റ് ആൻഡ് മിസ് ഉണ്ട്, കുറച്ച് കൺഫ്യൂഷൻ പരിപാടികളുണ്ട്, കുറച്ച് ഇത് വേണമായിരുന്നു, ഇത്തിരി ഓവറല്ലേ എന്ന് തോന്നുന്നതാണുണ്ട്. പിന്നെ കുറച്ച് അങ്ങനെയൊക്കെ തോന്നുന്നൊരിതുണ്ട്. കാരണം ഇത് കുറച്ചൊക്കെ റിലീജിയനെ വെച്ച് ഇവന്മാർ സിനിമാറ്റിക് സ്റ്റഫിന് വേണ്ടി തന്നെ റിലീജിയൻ എങ്ങനെ മാർക്കറ്റ് ചെയ്യണം എന്നൊക്കെ തോന്നിക്കുന്ന പരിപാടികളുണ്ടെങ്കിൽ പോലും ഇതൊരു സിനിമ എന്നുള്ള രീതിയിൽ മാത്രം കാണുകയാണ്. ഗോഡ് ഈസ് ഫിക്ഷണൽ എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുപോലെ റിലീജിയൻ ഇതെല്ലാം ഓൾ ഫിക്ഷണൽ. സോ സിനിമ ഈസ് ഓൾസോ ഫിക്ഷണൽ. സോ ഫിക്ഷണൽ കാര്യത്തിൻ്റെ ഫിക്ഷണൽ ഒരു ആർട്ട് ഫോമിൽ കൂടെ കാണിക്കുമ്പോൾ ജസ്റ്റ് എൻ്റർടൈൻമെൻറ്റ് മാത്രം നോക്കിയാൽ പോരെ എന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് ഓൾ ഓക്കെ. കാന്താര ഈസ് എ സോളിഡ് വാച്ച്. അത്രയും പറഞ്ഞുകൊണ്ട് തന്നെ കാന്താര ചാപ്റ്റർ 1 ലെജൻഡ് വെച്ച ഹൈപ്പിനൊപ്പം തന്നെ നിൽക്കുന്ന ഒരു സോളിഡ് ഫിലിമാണ്. തിയേറ്റർ എക്സ്പീരിയൻസ് ഇതിൻ്റെ ടെക്നിക്കൽ ബ്രില്യൻസ് വേണ്ടിയിട്ട് ഹെവിലി ഡിമാൻഡ് ചെയ്യുന്നത് ആണ്. സോ OTT കണ്ടിട്ട് റിഗ്രറ്റ് ചെയ്യേണ്ട നിൽക്കണം. ഋഷഭ് ഷെട്ടിക്ക് വീണ്ടും ഒരു കൈയടിച്ചുകൊണ്ട് തന്നെ ഒരു കിട്ടിയ വർഷത്തോളം ഓഫ് ദി ബെസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് ലഭിച്ചതും നല്ലൊരു കിക്ക്, അത്യാവശ്യം അവിടെയും ഹൈ മൊമെൻറ്റ്സൊക്കെ സമ്മാനിച്ചൊരു വെടുത്ത ടിക്കറ്റിൻ്റെ പ്രൈസിനെക്കാട്ടും മേലെ നിൽക്കുന്ന, കുറച്ച് രൂപ മേലെ നിൽക്കുന്ന സാറ്റിസ്ഫാക്ഷൻ തന്നതുകൊണ്ട് കാന്താര ലെജൻഡ് ചാപ്റ്റർ 1 എൻ്റെ ഭാഗത്തുനിന്ന് എങ്ങും പോസിറ്റീവാണ്. എൻ്റെ കൂടെ വന്ന എൻ്റെ കുറച്ച് ഫ്രണ്ട്സിന് സിനിമ ഇഷ്ടപ്പെട്ടു. ഫിലിമിന് സിനിമയ്ക്ക് ആ കാന്താര ആ ഒരു പരാഹരൂപം പാട്ടിന് ശേഷം സെക്കൻഡ് പാർട്ട് അനൗൺസൊക്കെ ചെയ്തിട്ട് ഇതിൻ്റെ ഇത് ക്രെഡിറ്റ്സ് ചെയ്ത് കാട്ടുമ്പോഴൊക്കെ കുറേ ആൾക്കാർ എനിക്ക് കൈയടിക്കുന്നതും വിസിലടിക്കുന്നതൊക്കെ കേട്ടു. അപ്പോൾ എല്ലാ ഓഡിയൻസിനും ഒരേപോലെ വർക്കായിട്ടുണ്ട്. ആകെ കുറച്ചും കൂടെ കിട്ടാഞ്ഞ പോലെ ഒരു ഫീൽ എന്ന് പറയുന്നത് ഫസ്റ്റ് പാർട്ട് കണ്ടാൽ ഏത്തിസ്റ്റ് വരെ നമ്മുടെ ഭക്തനായി പോയി വന്ന ഡിവൈൻ ഒരു ഹിറ്റ് കിട്ടിയ ഒരു സ്ട്രൈക്ക് ഓഫ് ബോൾട്ട് ഇവിടെ അത്രക്കങ്ങ് കിട്ടിയില്ല, മിസ്സായിട്ടുണ്ട്. പക്ഷേ ഇനിയും പാർട്ടുകൾ വരും, ഇനിയും വേൾഡ് എക്സ്പാൻഡ് ആവും, ഇനിയും വേൾഡ് എക്സ്പ്ലോർ ആവും. സോ അതൊക്കെ വളരെ നമ്മുടെ കൾച്ചർ, നമ്മുടെ റൂട്ട്സ്, നമ്മുടെ ഹിസ്റ്ററിയിലൊക്കെ പറഞ്ഞു എഴുതിയും വെച്ച സാധനങ്ങളെ അങ്ങനെ സിനിമാറ്റിക്കായി കാണാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ആക്ച്വലി വെയിറ്റിംഗ് ആണ്. സോ ലെറ്റ്സ് സീ ഹൗ കാന്താര ലെജൻഡ് ചാപ്റ്റർ 2 വിൽ ടേൺ ടു ബി. സോ ഈ കിണറൊക്കെ എങ്ങനെയാണ് മൂടിപ്പോയത് എന്നൊക്കെ അറിയാൻ ആക്ച്വലി എക്സൈറ്റഡ് ആണ്. സോ ലെറ്റ്സ് സീ ഹൗ ഇറ്റ്സ് ഗോയിങ് ടു ബി. ആൻഡ് ഋഷഭ് ഷെട്ടി അത് എന്തായാലും ലിറ്ററലി കത്തിച്ച് വിടുന്ന ഉറപ്പാണ്. ഇത്ര കാണിച്ചതിൻ്റെ മേലുള്ള എഫേർട്ട് ഇനി എങ്ങോട്ടാണ് കാണിക്കുകയെന്ന് എനിക്ക് സംശയമാണ്. പക്ഷെ ആ മനുഷ്യനായതുകൊണ്ട് എഫേർട്ടിൻ്റെ അങ്ങേയറ്റം എടുക്കും. ഇനിയും എഫേർട്ട് എടുത്ത് ഇയാൾ ഞെട്ടിക്കുന്ന ഉറപ്പാണ്. സോ ആ ഒരു എഫേർട്ടൊക്കെ എടുത്ത് ഞെട്ടാൻ ഞാൻ റെഡിയാണ്. സോ ഹൊമ്പാലെ ഫിലിംസിന് ഈ സിനിമയിൽ നിന്ന് ഹെവി സക്സസ് ആണ് കിട്ടുക. ഫസ്റ്റിനെക്കാട്ടും ബോക്സ് ഓഫീസ് റിസൾട്ടും കിട്ടും. സോ ഗ്രാൻഡും ഇനിയും സ്കെയിൽ ഗ്രാൻഡാവും. ഇനിയും പടം തിയേറ്റർ എക്സ്പീരിയൻസിൻ്റെ ലെവൽ കൂടും. സോ അതൊക്കെ എന്നാണ് വരിക അറിയില്ല. ഇതിന് 3-4 കൊല്ലം എന്തായാലും എടുക്കും. സോ എന്തായാലും ഇന്ന് ഞാൻ തിയേറ്ററിൽ ഉണ്ടാവും. ഋഷഭ് ഷെട്ടി ട്രസ്റ്റ്. ആൻഡ് സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ലൈക്ക് ദ വീഡിയോ, സബ്സ്ക്രൈബ് ദ ചാനൽ ആൻഡ്
Until we meet in the next video, it's me, John Flex, signing off from Encyclopedia.